ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഹാപ്സ്റ്റർ കോമ്പാക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്രൊജക്റ്റ് സ്കാം ആണോ, അതോ നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും റിട്ടേൺ കിട്ടുമോ, അത് നമുക്ക് INR ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. ആദ്യമായിട്ടാണ് നിങ്ങളുടെ ചാനൽ കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സ്, നിങ്ങളോട് ഫസ്റ്റ് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, ഹാപ്സ്റ്റർ കോമ്പാക്റ്റിൻ്റെ ഭാഗത്തു നിന്ന് അവരുടെ ഒരു ക്രിപ്റ്റോ കറൻസി എന്തായാലും ഉണ്ടാവും. ആ ഒരു ക്രിപ്റ്റോ കറൻസി നമുക്ക് എയർ ഡ്രോപ്പായി കിട്ടുകയും ചെയ്യും. നമ്മൾ ആരൊക്കെയാണ് ഈ ഹാപ്സ്റ്റർ കോമ്പാക്റ്റിൻ്റെ ഈ ഒരു പ്രൊജക്റ്റിനകത്ത് ജോയിൻ ചെയ്തിട്ടുള്ളത്, ടാപ്പ് ടു ഏൺ പ്രൊജക്റ്റിൽ ജോയിൻ ചെയ്തിട്ടുള്ളത്, അതിനകത്ത് നമുക്ക് 1% എയർ ഡ്രോപ്പ് ആയിട്ടായിരിക്കും അവർ തരിക. അതിനകത്ത് നമ്മൾ ഈ പ്രൊജക്റ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരുടെ ക്രിപ്റ്റോ കറൻസി എന്തായാലും ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. പക്ഷേ ക്ലെയിം ചെയ്യണമെങ്കിൽ നിങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റായി ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും എയർ ഡ്രോപ്പിൽ എലിജിബിൾ ആയിരിക്കും. പിന്നെ എന്ന് പറയുന്നത്, ഈ ഒരു വീഡിയോ കാണുന്ന ആൾക്കാർ ഫുള്ളായിട്ടൊന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾ ഏകദേശം ഒരു 5 മിനിറ്റ് 6 മിനിറ്റ് ആയിരിക്കും ഈ വീഡിയോ ഉണ്ടാവുക. ഈ വീഡിയോ നിങ്ങൾ ഫുള്ള് കണ്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഹാപ്സ്റ്റർ കോമ്പാക്റ്റിനെ കുറിച്ചുള്ള കൂടുതൽ വ്യക്തമായിട്ടുള്ള ഡീറ്റെയിൽസ് കാണാൻ വേണ്ടി പറ്റും. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിനകത്തും അതുപോലെ തന്നെ ടെലഗ്രാമിനകത്തൊക്കെ നിങ്ങൾ കുറേ കാര്യങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിനകത്ത് പല കാര്യങ്ങളും മണ്ടത്തരങ്ങളാണ്, അതുപോലെ തന്നെ ഇല്ലാത്ത കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഹാപ്സ്റ്റർ കോമ്പാക്റ്റ് എന്താണ്, അതിനകത്ത് എങ്ങനെ ഏൺ ചെയ്യാം, അതിനകത്ത് ഏകദേശം നമുക്ക് എത്ര കിട്ടും, അതുപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് റെഫർ ചെയ്താൽ മാത്രമാണ് നമുക്ക് റിവാർഡ് കിട്ടുക, അതുപോലെ തന്നെ വാലറ്റ് കണ്ടിട്ട് നമുക്ക് റിവാർഡ് കിട്ടില്ല, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോ അകത്ത് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഒന്ന് ഫുള്ള് കാണാൻ വേണ്ടി ശ്രമിക്കുക. അതിൽ തന്നെ നിങ്ങളോട് പറയാനുള്ളത്, നോട്ട് കോയിനകത്ത് കിട്ടിയ പോലെ എല്ലാവർക്കും വലിയൊരു റിവാർഡൊന്നും ഹാപ്സ്റ്റർ കോമ്പാക്റ്റിൽ നിന്ന് കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്. അതിൻ്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത്, അത്രത്തോളം ആൾക്കാർ അത് ജോയിൻ ചെയ്തിട്ടുണ്ട്. ക്രിപ്റ്റോ കറൻസി എന്താണെന്നോ ക്രിപ്റ്റോ കറൻസിയെ കുറിച്ച് യാതൊരു അറിവില്ലാത്ത ആൾക്കാർ ഈ ഒരു പ്രൊജക്റ്റിനകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട്. കാരണം മെയിനായിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വൻ ട്രെൻഡിങ് ആണ് ഹാപ്സ്റ്റർ കോമ്പാക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ റീലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പം അത്രയും ആൾക്കാർ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് നോട്ട് കോയിനിൽ കിട്ടിയിട്ടുള്ള അത്ര വലിയ റിട്ടേണും കാര്യങ്ങളും ഈ പ്രൊജക്റ്റിൽ നമുക്ക് എന്തായാലും കിട്ടില്ല എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ റീലിലത് കാണുന്ന പോലെ ലക്ഷങ്ങൾ കിട്ടും, അല്ലെങ്കിൽ 10,000 കിട്ടും എന്നൊക്കെ പലതരത്തിലുള്ള റീൽസും കാര്യങ്ങൾ കാണുന്നുണ്ടാവും. അതിൽ പലതും അതിനകത്ത് പറയുന്ന കാര്യങ്ങളൊക്കെ മണ്ടത്തരാണ്. അതിനകത്ത് ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് കിട്ടുന്ന കോയിൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഇവിടെ മുകളിൽ കാണുന്ന നമുക്ക് പ്രോഫിറ്റ് പെർ അവർ എന്ന് പറയുന്നത് ഈ കാണുന്നതാണ്. ഇതാണ് നമുക്ക് കിട്ടുന്ന കോയിൻ എന്നൊക്കെ പല ആൾക്കാരും പല വീഡിയോസിനകത്ത് പറയുന്നുണ്ട്. അതൊക്കെ ഇല്ലാത്ത കാര്യമാണ് സംഭവം. അതെന്ന് പറയുന്നത് നമുക്ക് മണിക്കൂറിനകത്ത് കിട്ടുന്ന കോയിൻസിൻ്റെ അളവാണ് അവിടെ കാണുന്നത്. അതിൽ ടാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് കറക്റ്റ് കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ 3 മണിക്കൂർ ഒരു ഓഫ്ലൈൻ ആണെങ്കിൽ അവിടെ ഓട്ടോമാറ്റിക് മൈനിങ് നടക്കും. അതിനകത്ത് നിങ്ങൾക്ക് അവിടെ എത്രയാണോ കോയിൻ കാണിക്കുന്നത് അത് നമുക്ക് 3 മണിക്കൂറിലേക്ക് നമുക്ക് കിട്ടുന്നതായിരിക്കും. അതിന് ശേഷമാണ് നമുക്ക് അത് കിട്ടത്തില്ല. 3 മണിക്കൂർ വരെ അത് ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യും. അതുപോലെ തന്നെ മുകളിലകത്ത് ഇവിടെ ഒരു എക്സ്ചേഞ്ചിൻ്റെ പേര് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ബിനാൻസ് ആയിരിക്കും ഓൾമോസ്റ്റ് എല്ലാവരും സെലക്ട് ചെയ്തിട്ടുണ്ടാവുക. പല ആൾക്കാരും പറയുന്നുണ്ട്, പല കമൻറ്റും കാര്യങ്ങളൊക്കെ കണ്ടാണ് ബിനാൻസ് ഇന്ത്യയിൽ ബാൻ അല്ലേ, അപ്പോൾ ബിനാൻസ് കൊടുക്കേണ്ട, വേറെ എക്സ്ചേഞ്ച് കൊടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് പല കമൻറ്റും കാര്യങ്ങളും കാണാണ്ട് ഈ ബിനാൻസുമായിട്ട് ഇതിന് യാതൊരു തരത്തിലുള്ള ബന്ധമില്ല. അത് ജസ്റ്റ് ഒരു എക്സ്ചേഞ്ചിൻ്റെ പേര് അവിടെ സെലക്ട് ചെയ്യണമെന്ന് മാത്രം. നമുക്ക് ഈ ഓട്ടോമാറ്റിക്കായി മൈൻ ചെയ്യുന്ന കോയിൻ ഈ എക്സ്ചേഞ്ചിൻ്റെ ഭാഗമായിട്ടാണെന്നൊക്കെ ഇവർ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ പറയുന്നത്. അപ്പം ജസ്റ്റ് അവിടെ ഏതെങ്കിലും ഒരു എക്സ്ചേഞ്ചിൻ്റെ പേര് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് അത് ഓട്ടോമാറ്റിക് ആ ഒരു കിട്ടുന്ന കോയിൻ ഈ ഒരു ഇതിൻ്റെ പേരിലാണ് കിട്ടുക. പക്ഷേ ബിനാൻസുമായിട്ട് യാതൊരു തരത്തിൽ ഈ ഒരു കോയിന് ബന്ധമില്ല. അതുപോലെ തന്നെ ബിനാൻസിനകത്ത് ഈ ഹാപ്സ്റ്റർ കോമ്പാക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ കോയിൻ ലിസ്റ്റ് ചെയ്യുന്ന തരത്തിൽ ഒരു അപ്ഡേറ്റോ കാര്യങ്ങളോ ബിനാൻസിൻ്റെ ഭാഗത്ത് ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത്, ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും കോയിനിൽ പല ആൾക്കാരും എനിക്ക് തന്നെ അറിയാം, പേഴ്സണലി അറിയുന്ന ആൾക്കാരുടെ അടുത്ത് കോടിക്കണക്കിന് കോയിനുണ്ട്. അപ്പം ചെറിയൊരു എമൗണ്ട് കോയിനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വലിയ രീതിയിൽ റിട്ടേണോ അല്ലെങ്കിൽ ചെറിയൊരു എമൗണ്ട് പോലും കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്. അപ്പം മാക്സിമം കോയിൻ നമ്മൾ കളക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതിനായിട്ട് മെയിനായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ റെഫറൽസ് ചെയ്യുക. അതുപോലെ തന്നെ മൈൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സെക്ഷൻ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. ഇതിനകത്ത് വന്നിട്ട് കുറേ കാര്യങ്ങൾ, മാർക്കറ്റ്, PR ആൻഡ് ടീമിംഗ്, ലീഗൽ, സ്പെഷ്യൽ, അങ്ങനത്തെ കുറേ കാർഡ്സും കാര്യങ്ങളുണ്ട്. അതിനകത്ത് മെയിനായിട്ട് ഈ ലീഗലിനകത്ത് വന്നിട്ട് ഇവിടെ കുറേ കൺട്രീസിൻ്റെ കുറേ കാർഡ്സ് ഉണ്ട്. അതൊക്കെ മാക്സിമം നമ്മൾ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ നമുക്ക് ഇതിലൊക്കെ അപ്ഗ്രേഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് കിട്ടുന്ന കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഇവിടെ പ്രോഫിറ്റ് പെർ അവർ എന്ന് പറഞ്ഞിട്ടുള്ള ഓട്ടോമാറ്റിക് മൈനിങ്, അത് നമുക്ക് മാക്സിമൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. അത് എത്രത്തോളം കൂട്ടുന്നോ അത്രത്തോളം നമുക്ക് കോയിൻ കിട്ടും. നിങ്ങൾ നമ്മുടെ ഇവിടെ ബൂസ്റ്റിൽ വന്നിട്ട് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിനെക്കാട്ടി എത്രയോ നല്ലതാണ് ആ കോയിൻ അവിടെ സ്പെൻഡ് ചെയ്യുന്നതിനെക്കാട്ടി എത്ര നല്ലതാണ് മൈൻഡിൽ വന്നിട്ട് നിങ്ങൾ ഈ കാര്യങ്ങൾ അപ്ഗ്രേഡ് ചെയ്ത് വെക്കുന്നത്. പിന്നെ പറയാനുള്ളത് റെഫറൽസ് ആണ്. റെഫറൽസ് മാക്സിമം ചെയ്യാൻ വേണ്ടി നോക്കുക. മാക്സിമം റെഫറൽ ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് റിട്ടേൺ കിട്ടാൻ വളരെ ചാൻസ് കൂടുതലാണ്. പല കാർഡ്സ് ഓപ്പൺ ആക്കണമെങ്കിൽ റെഫറൽസും കാര്യങ്ങളും ഒരു മിനിമം ഒരു 5 റെഫറൽസ് നിങ്ങൾ ചെയ്ത് നോക്കണം. എന്നാൽ മാത്രമേ കാര്യം ഉണ്ടാവും. അപ്പോഴാണ് നിങ്ങൾക്ക് പല കാർഡുകൾ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റും. മൈൻഡിൽ വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കുറേ കാർഡ്സിൻ്റെ കാര്യം. ആ കാർഡ്സ് കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് റെഫറൽസ് വേണം. അപ്പോൾ മാക്സിമം റെഫറൽസ് നിങ്ങൾ ഒപ്പിക്കാൻ വേണ്ടി നോക്കുക. അല്ലെങ്കിൽ ഫേക്കായിട്ട് റെഫറൽസും കാര്യങ്ങളും ഉണ്ടാക്കുക. അപ്പം നിങ്ങൾക്ക് 2-3 അക്കൗണ്ട് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. ഒരു ഫോണിലാണെങ്കിൽ ചിലപ്പം ബാൻ കിട്ടാൻ ചാൻസ് ഉണ്ട്, ഒരു ഫോണിൽ ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ 2 ഫോണൊക്കെ ആൾക്കാർ അങ്ങനെയൊക്കെ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ വേറെ ആൾക്കാർ ചെയ്യുന്നൊരു മെയിൻ മണ്ടത്തരം എന്ന് പറയുന്നത്, ഇത് ടാപ്പിന് പകരം ഓട്ടോ ക്ലിക്കർ എന്ന് പറഞ്ഞുള്ള പല ബോട്ടും കാര്യങ്ങളും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനത്തെ ബോട്ടും കാര്യങ്ങളും യൂസ് ചെയ്തിരിക്കും. അതൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാൻ കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട്. നോട്ട് കോയിനകത്ത് പല ആൾക്കാരുടെ അക്കൗണ്ട് അടിച്ചു പോയിട്ടുണ്ട് അതേപോലെ ചെയ്തിട്ട്. അപ്പോൾ മാക്സിമം ആ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. നിങ്ങൾ ജസ്റ്റ്
ടാപ്പ് ടു വണ്ണിൽ രീതി തന്നെ ടാപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഏൺ ചെയ്യാൻ വേണ്ടി നോക്കുക. പിന്നെ എന്ന് പറഞ്ഞാൽ എയർ ഡ്രോപ്പ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ വാലറ്റ് കണക്ട് ചെയ്യുക. അതാണ് മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം. അതിപ്പം എല്ലാവരും പറയുന്ന കാര്യമാണ്. അപ്പം വാലറ്റ് കണക്ട് ചെയ്യുക. വാലറ്റ് നിങ്ങൾക്ക് ടെലഗ്രാമിൻ്റെ വാലറ്റ് കണക്ട് ചെയ്യാം. അല്ലെങ്കിൽ ടോൺ കീപ്പർ എന്ന് പറഞ്ഞിട്ടൊരു വാലറ്റ് നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അത് ഡൗൺലോഡ് ചെയ്ത് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതെന്തായാലും കണക്ട് ചെയ്യുക. അപ്പം കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ആണെങ്കിൽ ഈ വാലറ്റ് കണക്ട് ഓപ്ഷൻ പോയിന്ന് വരാം. അപ്പോൾ പോയിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റില്ല. ചിലപ്പം ഡേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്ഡേറ്റും കാര്യങ്ങൾ എന്തായാലും കുറച്ച് കഴിയുമ്പോൾ വരുമായിരിക്കും. അപ്പം നിങ്ങൾ മാക്സിമം അത് ചെയ്യാൻ വേണ്ടി നോക്കുക. അതുപോലെ തന്നെ ജൂലൈ 1 കോയിൻ്റെ ലിസ്റ്റിംഗ്. ജൂലൈ 1 നിങ്ങൾക്ക് ഇത് കൺവേർട്ട് ചെയ്ത് പൈസയാക്കാന്നൊക്കെ പറയുന്ന പല ആൾക്കാരുണ്ട്. അപ്പോൾ അവരോട് പറയേണ്ടത് ഈ ടോക്കൺ ജൂലൈയിൽ ലിസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ജൂലൈ തന്നെ ലിസ്റ്റ് ചെയ്യണമെന്നില്ല. ചിലപ്പം അത് നീട്ടി വെക്കാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ജൂലൈ അവസാനമായിരിക്കും. ജൂലൈ ഫസ്റ്റ് വീക്കൊന്നും നിങ്ങൾ നോക്കുക വേണ്ട ലിസ്റ്റിങ്ങിൻ്റെ കാര്യമൊന്നും. വലിയ വലിയ എക്സ്ചേഞ്ചുകളിലൊക്കെ ലിസ്റ്റിംഗ് കാര്യങ്ങളൊന്നും ഫസ്റ്റ് ഉണ്ടാകത്തില്ല. ആദ്യം ചെറിയ ചെറിയ എക്സ്ചേഞ്ച് കാര്യങ്ങളിലായിരിക്കും ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ കോയിൻ നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മുടെ വാലറ്റിലേക്ക് കളക്ട് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. അപ്പം ഓഫ്ലൈൻ ബൈയും കാര്യങ്ങളുണ്ടാവും. അതിലൊന്നും പോയി ചെന്ന് ചാടാതിരിക്കുക. അപ്പം കുറഞ്ഞ പൈസ കോയിൻ എടുക്കാനൊക്കെ പറഞ്ഞിട്ട് പല ആളുകൾ വരും. ഇപ്പം നിങ്ങളെ പറ്റിച്ച് പോകാനൊക്കെ ചാൻസ് വളരെ കൂടുതലാണ്. ഏതെങ്കിലും നല്ലൊരു എക്സ്ചേഞ്ചിനകത്ത് ടോക്കൺ ലിസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ അവിടെ പോയി സെല് ചെയ്യുന്നതായിരിക്കും ഏറ്റവും സേഫ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് INR ആയി കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് പല ആൾക്കാരും ചോദിക്കുന്നുണ്ട്. യെസ്, നിങ്ങൾക്ക് പറ്റും. നിങ്ങൾക്ക് ആദ്യം ക്രിപ്റ്റോ കറൻസിയിലേക്ക് മാറ്റണം. അവിടെ നിന്ന് നിങ്ങൾക്കത് USDT അതന്നെ മറ്റേതെങ്കിലും കോയിനാക്കി നിങ്ങൾക്ക് INRലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. എക്സ്ചേഞ്ചിനകത്ത് തന്നെ ഓപ്ഷൻസും കാര്യങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ P2P എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പല ഗ്രൂപ്പിലൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ USDT പൈസനെ കിട്ടും. അവരുമായി ഡീൽ ചെയ്തിട്ട് നിങ്ങൾക്ക് USDT വഴി INRലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുമല്ല. നമ്മുടെ ഗ്രൂപ്പിലും കാര്യങ്ങളിലും ഉണ്ടെങ്കിൽ നിങ്ങൾ USDTയിലേക്ക് ഈ കോയിൻ കൺവേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും INRലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മാത്രമാണ്. ഇപ്പോൾ നിങ്ങളുടെ ഹാംസ്റ്റർ കോമ്പാറ്റ് മൈൻഡ് ചെയ്യുന്ന ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ അയച്ചു കൊടുക്കാൻ വേണ്ടി നോക്കും. അപ്പോൾ മാക്സിമം കാര്യങ്ങൾ ആളുകളിലേക്ക് എത്തിക്കുക. അപ്പം പലതരം മണ്ടത്തരങ്ങളും മറ്റേ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ആൾക്കാർ വിളിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള മെയിൻ കാരണം. അപ്പോൾ നിങ്ങൾ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാൻ വേണ്ടി നോക്കുക.